നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ദേശീയ തലത്തിലായാലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 10 വർഷത്തെ കാലയളവിന് ശേഷം ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നോക്കുമ്പം എന്തുകൊണ്ടും ഒരു മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തിന് യോഗ്യതപ്പെട്ട ഒരാളാണ് കൂടിയാണ് വി.ഡി. സതീശൻ. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളുമാണ്. ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള സൈബർ അറ്റാക്കും ബുള്ളിങ്ങും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഈ വി.ഡി. സതീശൻ അതിന് യോഗ്യനാണോ? അല്ലെങ്കിൽ CPM ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചാർത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാധകമാവുന്ന കാര്യമാണോ? കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള പോപ്പുലാരിറ്റി ഉള്ള ഒരു നേതാവായിട്ട് വി.ഡി. സതീശൻ ഉയർന്നിരിക്കുകയാണ്. നിലവിലെ കേരളത്തിലെ ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വി.ഡി. സതീശൻ എന്നാണ്. അത് രമേശ് ചെന്നിത്തല എന്നല്ല, അത് KC വേണുഗോപാൽ ഒന്നുമല്ല. കാരണം ഇന്നലെ അത് തെളിയിച്ചു, വളരെ കൃത്യമായിട്ട് തെളിയിച്ചു. 2021 കോൺഗ്രസിന് 2001 കോൺഗ്രസിന് നേടാൻ പറ്റിയ വലിയൊരു വിജയമുണ്ട്. കോൺഗ്രസിന് ആ വോട്ടുകൾ മുഴുവൻ ഇത്തവണ തിരിച്ചു പിടിക്കാൻ പറ്റി. അങ്ങനെയാണ് 103 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. അതിന് സഹായിച്ചത് ആരാണ്? അതിന് സഹായിച്ചത് ടീം UDF-നെ പോലെ തന്നെ അതിനെ നയിച്ചിട്ടുള്ള വി.ഡി. സതീശനാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ ഉയർന്നിരിക്കുന്നത്. കാരണം അത്രയും കോൺഫിഡൻസോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം പറയുന്നത് 100+ എന്ന് പറയുന്നത് ഉറപ്പാണ് എന്ന്. അപ്പം അത്രയും ഉറപ്പ്, വിശ്വാസ്യത വി.ഡി. സതീശൻ ഉണ്ട് എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസം തെളിഞ്ഞത്. അദ്ദേഹത്തിനെതിരെ CPM-കാർ വെട്ടുക്കിളി കൂട്ടങ്ങൾ അഴിച്ചുവിട്ട ഒരു വലിയ പ്രചരണമുണ്ട്, നുണേഷൻ എന്ന് പറയുന്നൊരു സാധനം. പിന്നെ അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കോൺഗ്രസ് അധികാരത്തിൽ വരരുത് എന്ന് കാണിക്കാനായിട്ട് പറഞ്ഞ കുറേയധികം കാര്യങ്ങളുണ്ട്. കേരളം ഇരുട്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ UDF വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള തർക്കമായിരിക്കും. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ. ജനം കഴിഞ്ഞ ദിവസം ഒരു വിധി എഴുതി. ആ വിധി എന്ന് പറയുന്നത് കേരളം ഇരുട്ടിലേക്ക് പോയാലും കുഴപ്പമില്ല, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ 10 വർഷത്തെ ഭരണം മടുത്തിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കേരളം വിധി എഴുതി. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും വലിയൊരു ജനവിധി എന്ന് പറയുന്നത്. അത് CPM-കാർ മനസ്സിലാക്കണം. CPM-ൻ്റെ ഇത്തരത്തിലുള്ള വയനാട്ടിലെ വീട് എവിടെ കോൺഗ്രസ്, കേരളം ഇരുട്ടിലേക്ക് പോകുമെന്ന് പറയുന്ന പ്രചരണങ്ങൾ അടപടലം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത്. നുണേഷൻ എന്നുള്ള സംഭവം പൊളിഞ്ഞു പോയതാണല്ലോ ഇന്നലെ കണ്ടത്. അപ്പോൾ ആരാണ് കേരളത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്? ആരാണ് കേരളത്തിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്? ഈ ഒരു സാഹചര്യം തന്നെയാണ് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ച ഉയരുമ്പോൾ പരിഗണിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത്. വി.ഡി. സതീശന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. അദ്ദേഹം ഒന്നാമത്തെ കാര്യം ന്യൂ ജനറേഷൻ്റെ ലീഡറാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി അദ്ദേഹത്തിന് ഉളവാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വണ്ടിയുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. അപകടകരമല്ലാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നടത്തിക്കോട്ടെ, പിള്ളേർക്ക് അങ്ങനെയുള്ള പല രീതിയിലുള്ള തോന്നലുകളും ഉണ്ടാകും എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഞാൻ ഇപ്പോഴും ശ്രദ്ധയുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഞാൻ വി.ഡി. സതീശന് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, അല്ലെങ്കിൽ UDF-ന് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഈ ഒരു പ്രതികരണം കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ UDF-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഒരുപാട് യുവജനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളിലൂടെ വി.ഡി. സതീശൻ ഒരു ന്യൂ ജനറേഷൻ്റെ പുതിയ കാലത്തിൻ്റെ ഒരു കോൺഗ്രസ് നേതാവാണെന്നുള്ള പ്രതീതി അദ്ദേഹത്തിന് ഉളവാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഏതൊരു കോളേജിലോ സ്കൂളിലോ പങ്കെടുത്തൊരു ചർച്ചയിൽ അദ്ദേഹത്തിന് നടത്തിയൊരു പ്രതികരണമുണ്ട്. അദ്ദേഹം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്, നിങ്ങൾ കുറേയധികം യുവജനങ്ങൾ ഈ നാട് വിട്ടു പോകുന്നു, കേരളം വിട്ടു പോകുന്നു. അതിന് യഥാർത്ഥത്തിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കുഴപ്പങ്ങളുള്ള രാഷ്ട്രീയക്കാരാണ്. അത് ഞങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. കാരണം ഞങ്ങൾ രാത്രി ഇരുന്ന് നടത്തുന്ന അന്തിച്ചർച്ചകളൊന്നും കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പം നമ്മുടെ കുഴപ്പമാണ്, നമ്മളാണ് മാറേണ്ടത് എന്ന് വി.ഡി. സതീശൻ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായി. ഇന്ന് കേരളത്തിലെ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് അത്തരത്തിലുള്ള വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുമുണ്ട്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ്റെ ഒരു ലീഡറാണ് വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള കുറേയധികം നിലപാടുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഉദാഹരണം, ഒന്നാമത്തത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അൻവറിനെ സ്വീകരിക്കേണ്ട എന്നുള്ളൊരു നിലപാട്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യം നിലപാടെടുത്തത് വി.ഡി. സതീശനാണ്. സ്ത്രീകളുടെ ആത്മാഭിമാനം കണക്കിലെടുത്താണ് ഞങ്ങൾ ഈ തീരുമാനമെടുക്കുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ് വി.ഡി. സതീശൻ ചോദിച്ചത്. അങ്ങനെ അതേപോലെ നിരവധിയായിട്ടുള്ള ഇപ്പോൾ ഈ 100+, 99+ അല്ലെങ്കിൽ 100+ നേടുമെന്ന്
അത്രയും ഉറച്ചിട്ട് ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ റിസ്ക് ആണ്. ഒരുപക്ഷെ അത് എത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിന് പോകേണ്ടി വരുമായിരുന്നു. ഞാൻ വനവാസത്തിന് പോകുന്നതാണെന്ന് പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഇത്രയും റിസ്ക് എടുത്തിട്ടുണ്ടോ? ഈവൻ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോലും പറഞ്ഞിട്ടില്ല 100+ നേടുമെന്ന്. എല്ലാവരും കണക്കൂട്ടൽ പകരം 85 സീറ്റ് വരെ മാക്സിമം 90 വരെ എത്താം എന്നുള്ള ഇതായിരുന്നു. അതെ, അതിനപ്പുറത്തോട്ട് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ആ സമയത്താണ് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവന വരുന്നത്. 100 സീറ്റിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകാൻ തയ്യാറാണോ, വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ SNDP സ്ഥാനത്ത് നിന്ന് ഞാൻ രാജിവെക്കുന്നതാണ് വെള്ളാപ്പള്ളി എന്ന ആ വെല്ലുവിളിയാണ് പിന്നീട് സതീശൻ ഏറ്റെടുത്തത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിബേറ്റിംഗ് സ്കിൽസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിക്കോട്ടെ, നിയമസഭയിലുള്ളത് നിരവധിയായിട്ടുള്ള അത്തരം കാര്യങ്ങളുമുണ്ട്. അദ്ദേഹം KC വേണുഗോപാലിനെക്കാട്ടിലും രമേശ് ചെന്നിത്തലയെക്കാട്ടിലും മികച്ചൊരു നേതാവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനൊരു കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ ഉയർന്നു വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ VD സതീശനെ ആക്കിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് തകർന്നു പോകും. അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി നോക്കുകയാണെങ്കിൽ എന്നും ഒരു സെക്യുലർ പാർട്ടിയാണ് കോൺഗ്രസ്. ഒരിക്കലും ഒരു വർഗീയത പറയുന്നവരോട് എന്താ പറയുക, ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ പറയാം. നിലപാടുകളുടെ രാജകുമാരൻ അതുകൊണ്ട് തന്നെയാണ് VD സതീശനെ പലപ്പോഴും വിളിക്കാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ അടിക്കടി നടത്തുന്ന ഈ മുസ്ലിം വർഗീയത, അതിനെതിരെ KC വേണുഗോപാൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വേണ്ടിയിട്ടില്ല. കാരണം എന്താ പറയുക, സാമുദായിക നേതാക്കന്മാരാണ്, അവരുമായിട്ട് തെറ്റണ്ട, ആ വോട്ട് ഇല്ലാണ്ടാവും, അവരെ വോട്ട് നമുക്കില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം. ആ സമയത്താണ് ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട, തോൽക്കാനാണെങ്കിൽ തോൽക്കും, ഇത്തരത്തിലുള്ള കിട്ടുന്നവർ ഒരു വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാൾ കൂടിയാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ രീതിയിൽ എതിർക്കേണ്ടതാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള കുറച്ച് ചിന്താഗതി VD സതീശൻ തന്നെ പറയാറുണ്ട്. ഞാൻ നെഹ്റുവിൻ ലെഫ്റ്റ് ഐഡിയോളജി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വോട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നിങ്ങൾ നല്ല ഇടതുപക്ഷക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് പുഞ്ചിരിക്കണം, അവരോട് വെറുപ്പ് കാണിക്കരുത്. അതെ. അപ്പം ഇങ്ങനെ ലെഫ്റ്റിനെയും അതോടൊപ്പം തന്നെ റൈറ്റ് ചിന്താഗതിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയം, ഇൻക്ലൂസിവിറ്റിയുടെ ആരെയും പുറത്താക്കാത്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ രാഷ്ട്രീയത്തിനുള്ള വോട്ടാണ് കഴിഞ്ഞ ദിവസം ജനങ്ങൾ നൽകിയത്. അതുകൊണ്ടാണ് അത് 103 ഉയർന്നത്, 99+ അത് കയറി വന്നത്. അല്ലെങ്കിൽ അത് ചിന്നിച്ചിതറി മറ്റു പല ഭാഗങ്ങളിലേക്ക് പോകുമായിരുന്നു. അതപ്പോൾ 2001 കോൺഗ്രസിന് ഉണ്ടായിരുന്ന എല്ലാ സമുദായത്തിൻ്റെയും ഒരു വലിയൊരു പിന്തുണ കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു കോളിയേഷൻ, വളരെ ഭയങ്കര രീതിയിലുള്ള ഒരു കോളിയേഷൻ തിരിച്ചു പിടിക്കാനായിട്ട് VD സതീശനിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് താഴ്ത്തു പോകുമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തിണ്ണനിറങ്ങാത്ത ഒരാളാണ്. അതെ, NSSന്റെ തിണ്ണനിറങ്ങിയിട്ടില്ല, അതേപോലെ തന്നെ SNDP തിണ്ണനിറങ്ങിയിട്ടില്ല. പക്ഷേ തിണ്ണനിറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രത്തോളം വോട്ടെത്തിക്കാൻ പറ്റുമെന്ന് ഇദ്ദേഹം കാണിച്ചു തന്നല്ലോ. അപ്പം ആരാണ് നിലവിലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KC വേണുഗോപാൽ അല്ല. KC വേണുഗോപാൽ എത്രയോ തെരഞ്ഞെടുപ്പുകളെ നമ്മളെ സംസ്ഥാനത്തിനപ്പുറത്ത് ഹരിയാന ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, പിന്നെ വേറെ മറ്റു പല സ്ഥലങ്ങളുണ്ടല്ലോ, തോറ്റു തുന്നം പാടിപ്പിച്ചതാണ് കോൺഗ്രസിനെ. ഇവിടെ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ VD സതീശൻ നയിച്ചുകൊണ്ട് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിച്ചു. അപ്പൊ ഇതൊന്നും പരിഗണിക്കാതെ എൻ്റെ കൂടെ MLA മാരുണ്ട്, കുറേയധികം പക്ഷം MLA മാരും എൻ്റെതാണ്, സീനിയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടതെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതൊക്കെ കണക്കിലാക്കിക്കൊണ്ട് VD സതീശനെ വെട്ടിമാറ്റാൻ അല്ലെങ്കിൽ ചവിട്ടി വീഴ്ത്താനാണ് ശ്രമമെങ്കിൽ വമ്പൻ തിരിച്ചടിയായിരിക്കും UDF കോൺഗ്രസ് നേരിടാൻ പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു തീർച്ചയായിട്ടും അത് കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എത്രയോ കാലമായിട്ട് ഇയാളെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രി ആവേണ്ട ഒരാളാണ്. അദ്ദേഹം വെട്ടി പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല സ്ഥാനങ്ങളും എത്താൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. അല്ലെങ്കിൽ 2001 മുതൽ പറവൂരിൽ ജയിച്ചു വരുന്ന ഒരാളാണ്. 2016 മുതൽ 20,000-ഓളം വരുന്ന മാർജിനാണ് അദ്ദേഹം സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുകയാണ്. ഇത്തവണ അത് 20,200 അത്രത്തോളമാണ് ഇത്തവണ കിട്ടിയ മാർജിന്. ഏതാണ്ട് 2021 നോക്കുകയാണെങ്കിൽ 1000 എന്തോ കുറവുണ്ടെങ്കിലും ഇത്തവണ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പറവൂർ മാത്രമല്ല മൂപ്പര് നോക്കേണ്ടത്, കേരളം മൊത്തം മൂപ്പര് ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങോളം ഇങ്ങോളം നടന്ന് എല്ലായിടത്തും ക്യാമ്പയിനും ചെയ്യണം, അവിടുത്തെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കണം, അവിടെ നടക്കുന്ന പടല പ്രശ്നങ്ങൾ നോക്കണം. ഇതെല്ലാം നോക്കും വേണം, സ്വന്തം മണ്ഡലം നോക്കണം അയാൾ. അപ്പം ഇതെല്ലാം പാടെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മാർജിൻ കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ആള്. അല്ല, മാർജിൻ കൂടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം 2016 മുതൽ 20,000 ആണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2021 20,000-ന് കിട്ടുന്നുണ്ട്. 2026 വരുമ്പോഴും അത് തന്നെ പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1000-2000 വോട്ടുകളുടെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർജിൻ കുറഞ്ഞു, അതൊരു വലിയ പോരായ്മയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും
ഇത് പരിഗണിക്കേണ്ടതാണ്. കാരണം നമ്മളെപ്പോലുള്ള യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശം നൽകിയിട്ടുള്ള, കുറച്ചും കൂടി നിലവാരമുള്ള, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സാധാരണ വിഡ്ഢിത്തം മാത്രം പുലമ്പുന്ന കുറേയധികം രാഷ്ട്രീയക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ വേർതിരിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്. ഏഷ്യാനെറ്റ് മിനുവി ജോണിന് നൽകിയ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പിണറായി വിജയനെ കാണുന്നത് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവായിട്ടാണ്. 2016 മുതൽ 20 ഈ കാലഘട്ടം വരെ എങ്ങനെയാണ് അദ്ദേഹം തുടർഭരണം നേടിയത്? അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കളികൾ കൊണ്ടാണ്. അത് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, CPM ഒരിക്കലും കേരളത്തിൽ നിന്ന് തകരേണ്ട ഒരു പാർട്ടിയല്ല, അങ്ങനെ തകരണമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിണറായി വിജയന് കൃത്യമായിട്ട് ടീം ബിൽഡ് ചെയ്യാനായിട്ട് 2ാം സർക്കാരിലേക്ക് വന്നപ്പോൾ സാധിച്ചില്ല. ഈ ശൈലജ ടീച്ചറെ വെട്ടിമാറ്റി മരുമോനെ കൊണ്ടുവന്നത് അങ്ങനെയാണ്, അതേപോലുള്ള വീണ ജോർജിനെ കൊണ്ടുവന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കൊണ്ട് നല്ലൊരു ടീം 2ാം പിണറായി സർക്കാരിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പരാജയമാണ് CPM-ന് നേരിടേണ്ടി വന്നതെന്നാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന, വളരെ സെൻസിബിളായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു നേതാവായിരിക്കണം കേരളത്തെ നയിക്കേണ്ടത് എന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ കോൺഗ്രസ് തകരും.